കാഞ്ഞങ്ങാട് നഗരസഭയിലെ GLP സ്കൂൾ, കോട്ടച്ചേരി, കുന്നുമ്മൽ അംഗൻവാടി എന്നിവയുടെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. സുരേന്ദ്രൻ നിർവഹിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. GLP സ്കൂൾ, കോട്ടച്ചേരി, കുന്നുമ്മൽ അംഗൻവാടി എന്നിവയുടെ വാർഷികാഘോഷം നടന്നു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി രാവിലെ മുതൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കായിക മത്സരങ്ങൾ നടന്നു. വൈകിട്ട് നടന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. സുരേന്ദ്രൻ നിർവഹിച്ചു. നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുന്നതും പ്രഭാഷണം ശ്രദ്ധിക്കുന്നതും അവർ മനസ്സിലാക്കുന്നു. അവർ കേൾവിക്കാറാവട്ടെ. അവരല്ലേ ഏതോ ലോകത്ത് വെച്ച് നമ്മുടെ ഇനി ഞാൻ എല്ലാ വാർഷികത്തിലും പറഞ്ഞതേ കാര്യമാണ്. അടുത്ത എവിടെയെങ്കിലും അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തെയ്യത്തിന് പോകുമ്പോൾ എല്ലാവരും കൂട്ടില്ല, കുട്ടികളെല്ലാം കൂട്ടിയിട്ടുള്ളത്. ആരെങ്കിലും ബന്ധുവിൻ്റെ കല്യാണം ഒരു മാസം മുമ്പേ ഒരുങ്ങൂലേ, പുതിയ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇടയിൽ ഫെസ്റ്റ് ഉണ്ടെങ്കിൽ റെഡിയായി നിൽക്കൂലേ. എന്നാൽ നിങ്ങൾ അടുത്തുള്ള ലൈബ്രറിയിൽ ഇപ്പം വന്നിരിക്കുന്ന അശോകസാധാരണ പോലുള്ള ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പോവില്ല. അവർ വന്ന് നിർബന്ധിച്ച അവസാനം നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോകും. കുഞ്ഞിനേക്കാണ് TV ആണ്, വീട്ടിൽ TV തുറന്നു കൊടുത്തിട്ട് നിങ്ങൾ പോകും. PTA വൈസ് പ്രസിഡന്റ് A. പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A. അശോകൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഷികാഘോഷത്തിൽ വെച്ച സംസ്ഥാന ക്യൂസ് മത്സരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ സൂര്യനാരായണന് അനുമോദനവും ഉപഹാര വിതരണവും നടത്തി. പ്രീ പ്രൈമറി ടാലന്റ് എക്സാം സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് M. രജനി വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി. SSG ചെയർമാൻ M. ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് M. V. ബാലചന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് രശ്മി ദാമോദരൻ, SMC ചെയർപേഴ്സൺ പ്രജിത, അംഗൻവാടി വർക്കർ അനിത, ക്രഷ് വർക്കർ VM. സാവിത്രി, സ്കൂൾ ലീഡർ സൂര്യനാരായണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനറും പ്രധാനാധ്യാപകനുമായ രാജേഷ് കൊയിലേരിയൻ സ്വാഗതവും SRG കൺവീനർ KT സുമ നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗൻവാടി കുട്ടികൾ മുതൽ 4ാം തരം വരെയുള്ള കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.